من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസിമാരെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് എല്ലാവർക്കും വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേടിച്ച് ജീവിക്കരെ നേരായ മുഅ്മിനായ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ ഇവിടെ ഒട്ടികായതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് ഒട്ടികാവുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ അനബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഒരു ഹദീസ് ആ സഹാബിയുടെ നേരായ പേര് സുദയ്യ് ഇബ്നു അജ്ലാൻ ചൊല്ലിയിരിക്കുക അയാളുടെ പുണ്യത്തെ ദിക്ർ അബൂ ഉമാമ സഹാബികളുടെ കൂട്ടത്തിൽ ദീർഘായുസ് കിട്ടിയ ഒരു സഹാബിയെ ദിക്ർ അയാൾ ഹിജ്റ 86ാമത്തെ വർഷത്തിൽ ഷാമിൽ വെച്ച് തെല്ലാത്തണ്ടി ലാസ്റ്റ് മരണപ്പെട്ട സഹാബി ചൊത്ത് അറിയപ്പെട്ട ഒരു സഹാബിയെ ദിക്ർ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അയാൾ റിപ്പോർട്ട് ആക്കിയ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ മൻ അഹബ്ബ ലില്ലാഹി ആര് അല്ലാഹുവൈത്ത് പരസ്പര ഇഷ്ടപ്പെടുറാറ പരസ്പര സ്നേഹിക്കറാറ വ അബ്ഗദ ലില്ലാഹി അല്ലാഹുവു വേണ്ടിട്ട് ആര് അർസവണ്ടാറ വ അഅത ലില്ലാഹി അല്ലാഹുവു വേണ്ടിട്ട് ആരെങ്കിലും കൊടുക്കറാറുണ്ടായെങ്കിലും വമനഅ ലില്ലാഹി അല്ലാഹുവു വേണ്ടിട്ട് തടയിലുണ്ടായെങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ അവന്റെ ഈമാൻ പരിപൂർണായിട്ട് ചൊല്ലിയ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാടിതല്ലേ അപ്പോൾ ഇസ്തിക്മാലുൽ ഈമാൻ പരിപൂർണമാവുകു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചമ്മ വിഷയമുണ്ട് ഈ ഹദീസിൽ 4 വിഷയത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമായി ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈമാൻ കിട്ടിയിട്ട് മരിക്കും ഈമാനോട് കൂടിയിട്ട് മരിക്കും ഈമാനോട് കൂടിയിട്ട് മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിക്ക് എത്തുക ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് ഈമാന്റെ ലാഞ്ചനയില്ലാത്ത ഒരാൾക്ക് സ്വർഗം ഇല്ല ചൊത്തു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നത് അപ്പോൾ ഈമാൻ പരിപൂർണമാവുന്നുണ്ടായെങ്കിൽ ഒന്നാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പാട്ടേ മൻ അഹബ്ബ ലില്ലാഹ് അല്ലാഹുവൈത്ത് പരസ്പര സ്നേഹിക്കണം
അള്ളാഹുവിനെ പരസ്പരം ഇഷ്ടപ്പെടുന്നു ചൊല്ലി ദിക്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൂടെ പഠിപ്പാടുന്നുണ്ട്. കുടുംബ ബന്ധത്തെ പേരിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല, അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ല, അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു പേരിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ഒട്ടിಗೆ പഠിച്ച ഒരു ചെട്ടി ദോസ്തി ചൊല്ല രൂപത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല, അല്ലെങ്കിൽ എപ്പമാ കഷ്ട വന്നപ്പ അവർക്ക് ഹെൽപ്പ് ആക്കിയതിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പാട്ടേ അല്ലാഹുവിന് വേണ്ടിയിട്ട് ആദർശത്തെ പേരിൽ തൗഹീദ് ഉൾക്കൊണ്ട പേരിൽ മൻഹജുസ് സലഫ് ഉൾക്കൊണ്ട പേരിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാറുണ്ടായെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുന്നുണ്ടായിരിക്കല്. ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടുന്നുണ്ട്. സാധാരണ ഞങ്ങളുടെ ഇഷ്ട എങ്ങനെ ഇരിച്ചൊന്നെങ്കിൽ, ഞങ്ങളുടെ സ്നേഹ എങ്ങനെ ഇരിച്ചൊന്നെങ്കിൽ ദുനിയാവിന്റെ പേരിലെത്തിക്കല് യാരത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾമാർ ഇഷ്ടപ്പെടുന്നത് അല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലറ പൽക അസ്ബഹ ആമ്മത്തുൻ മുവാലാത്തുൻ നാസ്, മനുഷ്യന്മാരുടെ ഒരു ആമ്മായി പോയത് സ്നേഹ പരസ്പര പിർസ ഒരു ആമ്മായി പോയത് എന്തിന്റെ പേരിൽ അല അംറി ദുനിയ, ദുനിയാവുടെ പേരിൽ ഇഷ്ടപ്പെടുന്നത്, ദുനിയാവുടെ പേരിൽ സ്നേഹിക്കുന്നത് മനുഷ്യന്മാരുടെ ഒരു ആമ്മായിട്ട് പോയത് മാത്രമാ വദാലിക ലാ യുജ്ദി അലൈഹിം ഷൈആ. ദുനിയാവുടെ പേരിൽ ഒരാൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവർക്കത് ഒരു ഫായദ കിട്ടോ കൊണ്ടില്ല. ചൊല്ലി ദിക്ർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പാടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സ്നേഹിക്കുന്ന ഏതൊരു പേരിൽ ഞങ്ങൾ ഓരോരുത്തരും മാഞ്ചനാക്കി നോക്കണായ ഒരു വിഷയത്തേക്ക് ഞങ്ങളെല്ലാവരും ഇപ്പൊ ഉള്ള ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഇല്ലാത്ത എത്ര ഉള്ള കാലി ആദർശത്തെ ബന്ധത്തിൽ ഉള്ള എത്ര ആൾമാർ ഞങ്ങളുടെ ഇടയിലുള്ള ആ ആദർശത്തെ ബന്ധത്തിലും ആ മൻഹജുസ് സലഫ് സ്വീകരിച്ച ബന്ധത്തിലും അല്ലാഹുവിന്റെ പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആള് പരസ്പര നിഷ്കളങ്കമായിട്ട് ഒരു ഇഖ്ലാസുമായിട്ട് ഒരു കലങ്കമില്ലാണ്ട് അല്ലാഹുവെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആള് ഗൗരവമായി ഞങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അയാൾ ചൊല്ലറ ഒരു പൽക ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ ദുനിയാവിൽ സ്വർഗ്ഗത്തിക്ക് എൻ്റർ ആവാത്തവನು പരലോകത്തെ സ്വർഗ്ഗത്തിക്ക് എൻ്റർ ആവില്ല. പരലോകത്തെ സ്വർഗ്ഗത്തിക്ക് അവൻ പോകാൻ സാധ്യമില്ല. ആ ദുനിയാവിൽ സ്വർഗ്ഗം ഏത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒരു ഹദീസ് ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യ അനുഭവിക്കുകയുണ്ട്, ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കുകയുണ്ട്. അത് ദുനിയാവിലെ ഒരു സ്വർഗ്ഗത്തിക്ക്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വിഷയത്തിക്ക് എടുത്തു ചൊല്ലെ. ഒന്ന് എല്ലാ തൻബിയാർ അല്ലാഹുവും റസൂലും പിർസാക്കും. രണ്ടാമത്തെ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വഅയ്യുഹിബ്ബുൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ നിങ്ങൾ ഇഷ്ടക്കാറുണ്ടായെങ്കിൽ, ഒരാളുടെ നിങ്ങൾ പിർസാക്കാറുണ്ടായെങ്കിൽ ഇല്ല അയ്യുഹിബ്ബു ലില്ലാഹ്, അതെ അല്ലാഹു അല്ലാണ്ട് അല്ലാഹുവിന്റെ പേരിൽ അല്ലാണ്ട് അല്ലാഹുവിന് വേണ്ടി തല്ലാണ്ട് ഞാൻ ഒരാൾ ഇഷ്ടപ്പെടാണ്ടിരിക്കേ. അതെന്തരെ ഈമാന്റെ ടേസ്റ്റ് മാധുര്യ കിട്ടുള്ള ഒരു കാരണത്തിക്ക് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിതണ്ട്. മൂന്നാമത്തേത് ആ ഹദീസിൽ ചൊല്ലെ തപ്പുകു പോണ്ടിದ್ರೆ അല്ലെങ്കിൽ കുഫ്റുകു പോണ്ടിದ್ರೆ നരകത്തിക്ക് പോണ്ട പോലെ വെറുക്കണു ചൊല്ലിതേക്ക്. അപ്പൊ ഈ ഒരു മൂന്ന് സ്വഭാവം ഒരാളുണ്ടായി അവൻ ഈമാന്റെ മാധുര്യ ആസ്വദിച്ച, ഈ ഈമാന്റെ മാധുര്യ ആസ്വദിച്ചവനും അവൻ ദുനിയാവിലെ സ്വർഗത്തിക്ക് പോയ പോലെ ഈ സ്വർഗത്തിൽ പോണെങ്കിൽ മാത്രമേ അവನು പരലോകത്തെ സ്വർഗത്തിൽ പോണുക അവരെ ചൊന്തിക്കല് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പാടുന്നുണ്ട്. അങ്ങനെ സബലു അല്ലാഹുവിന്റെ പേരിൽ നിഷ്കളങ്കമായിട്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കുകയുണ്ട്, അല്ലാഹുവിന്റെ പേരിൽ ഇഖ്ലാസോട് കൂടിയിട്ട് നമുക്ക് പരസ്പരം ഇഷ്ടാക്കുകയുണ്ട് ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് അർശിലെ തണൽ കിട്ടുന്ന 7 വിഭാഗ ആൾമാരുടെ വിഷയ ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പാടുന്നുണ്ട്. സബഅതു യുദില്ലുഹുമുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ അർശിലെ തണലല്ലാണ്ട് വേറെ ഒരു തണലും ഇല്ലാത്ത ഖിയാമത്ത് നാളിലുണ്ട് 7 വിഭാഗ ആൾമാർക്ക് അർശിലെ തണൽ കിട്ടുന്ന കൂട്ടത്തില് ഒരു വിഭാഗ ആൾമാരാണ് വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. വറജുലാനി ജണ്ടാൾമാർ തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടാക്കறாங்க, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കறாங்க. അതെ ഇജ്തമഅ അലൈഹി, അതിനു വേണ്ടി ഒട്ടിയാവறாங்க.
അള്ളാഹുക്ക് വേണ്ടിയിട്ട് പരസ്പരം പെണങ്ങിറങ്ങാം. ഒരു സമയം പെണങ്ങും വന്നെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ പെണങ്ങിറങ്ങാം. അതല്ലാണ്ട് ദുനിയാവുടെ വിഷയത്തിൽ ഏതൊന്നുമല്ല. ദുനിയാവുടെ വിഷയത്തിൽ പരസ്പര ഇഷ്ടാക്രമ, പരസ്പര സ്നേഹിക്രമ, അല്ലെങ്കിൽ അർസൗരമ, ഇങ്ങനത്തെ സ്വഭാവം അങ്കില്ല. അങ്ങ ഇഷ്ടാക്രെങ്കും അർസൗരെങ്കും അള്ളാഹുവിന്റെ പേരിൽ മാത്രം ഇങ്ങനത്തെ ആവശ്യകതകളുണ്ട്. ഇത് ഇപ്പത്തെ സാധാരണ ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഇത് ഇത്ര വലിയ വിഷയമാ. നമ്മിപ്പോ എല്ലാവരും ഇഷ്ടാക്കിയൂല്ലേ, നമ്മിപ്പോ കാണുമ്പോൾ സലാം ചോറില്ലേ, നമ്മിപ്പോ കാണുമ്പോൾ ചിരിക്കില്ലേ. ഇതല്ല ആത്മാർത്ഥയിട്ടുള്ള ഇഖ്ലാസുള്ള സ്നേഹം. ಅದಕ್ಕಲ್ಲೇ ಇಪ್ಪ ನೋಕರು ಆ 7 ವಿಭಾಗದ ಆಲ್ಮಾರ್ಲಿ ಬಾಕಿ 6 ವಿಭಾಗ ಆಲ್ಮಾರ್ ಏನಂತಾಗ വലിയ വലിയ സ്ഥാനത്തുള്ളേ അല്ലേ. ഒരു നല്ല ചന്തത്തെ നല്ല തറവാടുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വിളിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിനെ പേടിക്കിற ചൊത്ത് ചൊല്ലത് ചെറിയ വിഷയമാ അല്ല. എപ്പം അല്ലാഹുവിനെ ഇബാദത്ത് എടുത്ത് ജീവിக்கிற ബാലക്കാര ചെറിയ വിഷയമാ അല്ല. അതേപോലെ അല്ലാഹുവിനെ ഓർത്തിട്ട് കണ്ണിൽ തന്നി വറപ്പാട്ടുന്ന ചെറിയ വിഷയമാ അല്ല. അപ്പൊ ഇതും ഒരു ചെറിയ വിഷയമല്ല. ഈ 7 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗ ആത്മാർ അല്ലാഹുവിനെ പരസ്പരം ഇഷ്ടാക്കിറങ്ങ, അല്ലാഹുവിനെ പരസ്പരം സ്നേഹിക്കിറങ്ങ, ആത്മാർത്ഥിക്ക് ഇഖ്ലാസിട്ട് ഞങ്ങൾ ബായിൽ ചൊല്ലുക. സാധാരണ ഞങ്ങൾ ബായിൽ ചൊല്ലറ ഞാൻ അല്ലാഹുവിനെ നിന്റെ ഇഷ്ടാക്കുക മാത്രം മനസ്സിൽ ഇഖ്ലാസ് അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കൂ. യാരത്തെ ആൾമാർക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആയിട്ടില്ല ചൊല്ലി തെറ്റിക്കര് നേരായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ ഇത് ഞങ്ങൾ ആലോചനാക്കുന്ന ഒരു വിഷയത്തിക്ക് ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാ അയാൾ വലിയൊരു പണ്ഡിതൈത്തിൽ വലിയൊരു ആലിം അല്ലേ. ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാ അയാൾ ചൊല്ലറേ ഒരു ഹദീസിന്റെ വിഷയത്തില് ഞാൻ ആലോചനാക്കിത്ത് ഒരു നാല് ജാവ് വർങ്ങാത്തെ ഒരു നാല് പോയിട്ട് ഒരു ജാവ് പോയി നന്റെ ജീവനത്തിൽ ഒരു ഹദീസിന്റെ വിഷയത്തിൽ ആലോചനാക്കിത്ത് വർങ്ങാണ്ടായി പോയ ജാവ് നന്റെ ജീവനത്തിൽ കടന്നുപോയി. ഏത് ഹദീസ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ ചൊല്ലുകയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ അല്ലാഹു ചെറിയ കുറേ ഇബാദത്ത് കുറേ അടിമമാരുള്ള അല്ലാഹു കുറേ ഇബാദത്ത് അല്ലാഹു കുറേ ആൾമാരുള്ള അവ എന്തെന്ന് ചൊന്നെങ്കിൽ മാഹും ബി അംബിയാഇ വലാ ശുഹദാ അവ അംബിയാക്കന്മാരൊന്നും അല്ല, അവ ശുഹദാക്കന്മാരല്ല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധാക്കിയിട്ട് ഷഹീദായല്ല. മാത്രമാ യർബിതുഹുൽ അംബിയാ വശുഹദാ നാളെ പരലോകത്ത് അങ്ക് കൂലി കിട്ടുമ്പോ പ്രതിഫലം കിട്ടുമ്പോ അംബിയാക്കന്മാരുടെ സമയത്ത് ശുഹദാക്കന്മാരുടെ സമയത്ത് നഞ്ചായി പോവും, ഹസദായി പോവും അല്ലെ. നോക്കൂ എത്ര വലിയ സ്ഥാനം. നഞ്ചു ചൊല്ലെങ്കിൽ അങ്ങനത്തതല്ല, അതായത് ആശ്ചര്യ അത്ഭുതമായി പോണ്ടു. അംബിയാക്കന്മാരുടെ സമയത്ത ശുഹദാക്കന്മാരുടെ സമയത്ത ആ വിഭാഗ ആത്മാർക്ക് കൂലി കിട്ടുമ്പോ പ്രതിഫലം കിട്ടുമ്പോ ആചരാക്കി നോക്കൂ ചെറിയ വിഷയമാ അല്ല. സഹാബിയാണ് ഇത് കേട്ടപ്പോ സഹാബിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാറ്, യാ റസൂലല്ലാഹ് തുഖ്ബിർനാ മൻഹും, നബിയേ അത് ആര് നമുക്ക് നിങ്ങൾ ചൊന്തരു ആ വിഭാഗ ആൾമാർ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹി അലാ ഗൈരി അർഹാമിൻ ബൈനഹും. അനാ എങ്ങനത്തെ വിഭാഗ ആൾമാർ ചൊന്നെങ്കിൽ പരസ്പരം അല്ലാഹുവിനെ മാത്രം പിർസാക്കിറങ്ങ, കുടുംബ ബന്ധത്തുകളല്ല. അലാ ഗൈരി അർഹാമി ബൈനഹും, അവരുടെ കുടുംബ ബന്ധമില്ല, അവരുടെ ഒരു കുടുംബ ബന്ധമില്ല. വലാ അംവാലിൻ യതആതൗനഹ, അവരെ പരസ്പരം അവരുടെ എന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയ ഇല്ല. കാര്യം അല്ലാഹുവിനെ മാത്രം പരസ്പരം ഇഷ്ടപ്പെട്ട ആൾമാര് അൻകുള്ള പ്രതിഫല പരലോകത്ത് വലിയ പ്രതിഫല എത്തിക്കുന്ന ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടത്. ഈ ഹദീസിനെ നിശ്ചിത ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി ചൊല്ലേ നക്കൽ ആഴ്ചനാക്കുകയില്ല. അതിൽ പിന്നെ നക്ക് പിടിയിട്ട് അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ചൊന്നെങ്കിൽ ചെറിയ വിഷയമല്ല, അത് ഭയങ്കര ഗൗരവമായിട്ടും അതേപോലെ കുറേ ആൾമാരിൽ മാത്രം ഉള്ളത് എത്തിക്കുന്ന ചൊന്തു ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പഠിപ്പാട്. അപ്പൊ സഹോദരന്മാരെ നമ്മിത് ചെറിയ വിഷയം കാണുത്തീരാ. പരസ്പരം നമ്മൾ ഇഷ്ടാക്കണം, പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ? അല്ലാഹുവിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ആദർശത്തെ പേരിൽ. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിൻമാർ ആണിനും പെണ്ണുങ്ങ പരസ്പര ബഅ്ദുഹും ഔലിയാഉ ബഅദ്, പരസ്പര അല്ലാഹുവിനെ പിർസത്തെ അല്ലാഹുവിന് വേണ്ടി പിർസാക്കിറങ്ങ, സ്നേഹിക്കിറങ്ങ അല്ലേ. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കിറങ്ങും തിന്മ വിരോധിക്കിറങ്ങി തിക്രാറങ്ങ. ഖുർആനിൽ സൂറത്തു തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി തന്നേ. അതേപോലെ ഒരു മുസ്ലിം
ആത്മാർത്ഥമായിട്ട് ഒരു സഹായം കേട്ടെങ്കിൽ അവർക്ക് സഹായമാക്കി കൊടുക്കണം എന്ന ഒരു മുസ്ലിമായും ഒരു അതേ ആദർശത്തെ അല്ലാഹു തൗഹീദ് ഉൾക്കൊണ്ടവനും നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം കേട്ടെങ്കിൽ നിങ്ങളുടെ മേൽ ബാധ്യത എത്തിക്കുക, അവന്റെ സഹായാക്കരുത്, അവന്റെ ഹെൽപ്പ് ആക്കരുത് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വഴിപാടിದಂತೆ. അത് മാത്രമല്ല, ഒരു എക്സാമ്പിളോട് കൂടി ഒരു ഉദാഹരണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാടിത്ത് മദൽ മുഅ്മിനി ഫീ തവാദ്ദിഹിം വതറാഹിം വതആതിഫുഹും മദൽ ജസദ്. ഒരു മുഅ്മിൻ പരസ്പര രണ്ട് മുഅ്മിൻ എങ്ങനെ ചൊന്നെങ്കിൽ അവരെ പിൽസപ്പാടിലും അവരെ സ്നേഹത്തിലും അവരെ കാരുണ്യത്തിലും എങ്ങനെയിരിക്കണു? മദലുൽ ജസദ്, ഒരു ശരീര പോലെ, ഒരു ശരീരത്തെ പോലെ ഇരിക്കണു. ആ ശരീരത്തെ പ്രത്യേകത എന്തേ? ശരീരത്തെ തടിയുടെ ഏതേ ഒരു ഭാഗത്തേക്ക് എന്തേ ഒരു നൊമ്പലായ സ്ഥലത്തേക്ക് ഇടീ തടി അതിൽ നൊമ്പല അനുഭവിക്കരുത്. ഒന്നാമത് പണിമത്ത് അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തില് ആ തടി ഇടി അനുഭവിക്കരുത്, അവന്റെ തടി ഇടി ടയർഡാവും അല്ലേ? ഇതുപോലെ എത്തിക്കുന്നു ഒരു കൗമു അല്ലെ ഒരു ആത്മാർ മുസ്ലിമായി അതേപോലെ ആദർശത്തിലുള്ള ഒരാള് കഷ്ടപ്പെടാറുണ്ടായെങ്കിൽ അങ്കൂർ ദുഃഖമുണ്ടായെങ്കിൽ ആ ദുഃഖത്തിലും ഞങ്ങൾ ശരിക്കാവും. ആ ദുഃഖം ഞങ്ങൾ ദുഃഖം ഏറ്റെടുക്കും. അത് യമനിലല്ലേ, അത് അഫ്ഗാനിസ്ഥാനിലല്ലേ, അനന്തിബനാക്കട്ടെ നയിക്കട്ടെ, അങ്ങനല്ല. ദുവാർക്കുക ദുവാർക്കണം, ഹെൽപ്പ് ആക്കുക ഹെൽപ്പ് ആക്കണം. അതേ ഒരു മുഅ്മിന്റെ ബാധ്യതയായിട്ടുള്ളത് ചൊല്ലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാടിയത് കാണാൻ സാധ്യവും. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിൻ എങ്ങനെയിരിക്കുന്നു? കൽ ബുനിയാൻ, ഒരു കെട്ടിടത്തെ പോലെ, ഒരു ബിൽഡിങ്ങിനെ പോലെ. ആ ബിൽഡിംഗ് യശുദ്ദു ബഅദുഹു ബഅദ, അത് പരസ്പര ഗട്ടിയായിട്ട് നിൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വശബ്ബക ബൈന അസാബിഇഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ബർലഡ് ഇങ്ങനെ ഒട്ടിയാക്കി പിടിച്ചിട്ട് കാട്ടി കൊടുത്തു. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിൻ കെട്ടിടത്തെ പോലെ, ഒരു ബിൽഡിങ്ങിനെ പോലെ, നല്ല ഇഷ്ടിക കെട്ടിട്ട് സിമന്റ് അടിച്ച് നിൽക്കുന്ന പോലെ. അത്ര ഗട്ടിര ബന്ധ, അത്ര ഗട്ടിര സ്നേഹ, അത്ര ഗട്ടിര ഫിർസ അല്ലാഹുവിന് വേണ്ടി തിക്കുന്നു ചൊന്തേ തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടിതന്റെ. ഈ ഒരു ഫിർസ, ഈ ഒരു സ്നേഹ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളൊട്ടി ഉണ്ടു ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചനാക്കും. സഹാബിരങ്ങ അങ്ങനെ തിന്നാർ, സഹാബിരങ്ങ അങ്ങനെ തിന്നാർ. പരസ്പര സ്നേഹിക്കലും പരസ്പര ഇഷ്ടപ്പെടുന്നതില് തെല്ലും ഒരു നിഫാഖരെ ലാഞ്ചന ഇല്ലാണ്ട് ആത്മാർത്ഥത്തെ ഇഖ്ലാസോട് കൂടിയിട്ട് പരസ്പര അല്ലാഹുവിന് വേണ്ടി തന്നെ ഇഷ്ടപ്പെട്ടാർ അല്ലേ? മുഹാജിർമാർ അൻസാർമാർ സഹാബികളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗ ആൾമാർ. മക്കത്തെ എല്ലാം വിട്ടുത്തു അള്ളാഹുവിന് ദീനിനായിട്ട് അവരെ സ്വന്ത കുടുംബത്തെയും അതേപോലെ സ്വത്തുരെ സമ്പത്തിരെ ഔത്തുരെ എല്ലാത്തെ വിട്ടെറിഞ്ഞിട്ട് മദീനത്തേക്ക് മുഹാജിർമാർ വന്നാർ അല്ലേ? മുഹാജിർമാർ വന്നപ്പോ അൻസാർമാർ എന്താക്കി? അൻസാർമാര് അല്ലേ ಅಂಕುಲ್ಲಿ ಎಂದ್ರಲ್ಲ ಆಗಿ ಕೊಡ್ಕೋವ್ರ ಎಲ್ಲಾ ರೀತಿയുള്ള സൗകര്യം ആക്കി കൊടുത്താ. എത്രത്തോളം ചൊന്നെങ്കിൽ ഒരു ഔത്രെ പാതി ഭാഗാക്കിട്ട് പാതി നീ അടിച്ചൊത്ത് ചൊല്ലവിടെ ഒരു ജണ്ട് പെഞ്ഞ ഒരു പെഞ്ഞിനെ തലാക്കാക്കിട്ട് നിക്ക് മങ്ങിലാക്കി തണ്ട ചൊല്ലവിടെ. അതല്ല, സമ്പത്തിലെ പാതി ഭാഗാക്കുക സമയത്ത് റെഡിയുന്നേ നിഷ്കളങ്കമായ കരുണ, നിഷ്കളങ്കമായ സ്നേഹ അല്ലേ? അല്ലെ ഞങ്ങളാച്ചനാക്കി നോക്കൂ. ഒരു വിഭാഗ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗ ആൾമാർ മുസ്ലിംർ ഞങ്ങൾ റായത്ത് വന്നാറുണ്ട് ധരിക്കാം, ഞങ്ങൾക്ക് വന്നാറുണ്ട് ധരിക്കാം. പാതി സമ്പത്ത് നമ്മൾക്ക് റെഡിക്കുവാമ അല്ലെ? ഞങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ഒരു ഞങ്ങളെ ഞങ്ങളെ ദുരജാക്കി സമയത്ത് നമുക്ക് റെഡിക്കുവാമ. അങ്ങനല്ല, സഹാബിരങ്ങ ആത്മാർത്ഥയിട്ട് നിഷ്കളങ്കമായിട്ട് എന്തും ദുനിയാവിലെ ഒന്നും വിചാരിക്കാണ്ടെ പരസ്പര അല്ലാഹുവിന് വേണ്ടിയിട്ട് മാത്രം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ആൾമാരെ തിന്നാറ് സഹാബിമാർ അൻസാറുമാർ. അങ്ങനെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന അല്ലേ? ഖുർആനിൽ അല്ലാഹു പഠിപ്പാട്ട് വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന, ഈമാനിൽ വന്നി വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന, മുഹാജിറായ ആൾമാർ ഹിജ്റാക്കിട്ട് മദീനത്തേക്ക് വന്നപ്പ അങ്ങ് ബണ്ടേക്ക് മുന്നിലെ എല്ലാ സൗകര്യം ഉണ്ടാക്കി വെച്ച് അൻസാറുമാർ മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം,
ആറ് ഹിജ്റാക്കി വന്നാറ അവളൊട്ടിಗೆ ഹൃദയ തുറന്നിട്ട് ഇഷ്ടപ്പെട്ടെ അൻസാറുമാർ, ഹൃദയ തുറന്നിട്ട് പിർസാക്കെ അൻസാറുമാർ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. മുഹാജിറുമാർക്ക് കിട്ടിയ അനുഗ്രഹത്തില് ചെറിയ ഒരു ഹസദ് സമയത്തെ, ചെറിയ ഒരു നഞ്ച് സമയത്ത് ഇല്ലാട്ടെ ഇഷ്ടപ്പെട്ട് ഭയങ്കര സ്നേഹിച്ച് ആർമാറിക്കുന്ന അൻസാറുമാർ. അങ്ങനെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടർ അങ്ങനെ അല്ലേ. മുഹാജിറുമാർക്ക് എത്ര അനുഗ്രഹ നിഅമത്ത് കിട്ടിയത് മദീനക്ക് വന്നതിൽ പിന്നും. അതായത് ബനൂ നദീർ ചൊല്ലിയ ഗോത്ര യഹൂദിമാരുടെ ഗോത്ര. യഹൂദിമാര് കരാർ തപ്പിയപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് മദീനത്തെ ആട്ടി ഓടുപാട്ട് വെച്ചു. സഹാബിനെ മുട്ടിയ മദീനത്തെ യഹൂദിമാരെ പറത്തിടും. യഹൂദിമാര് പറത്തുകൊണ്ടും കേട്ടില്ല, ജബർദസ്തിയായിട്ട് അങ്ങനെ പറത്തിടുകയായിട്ട് വന്ന്. കാരണം കരാർ തപ്പിയ സബളു കരാറിൽ അങ്ങനെ തപ്പിയ അത് കഴിഞ്ഞിട്ട് യഹൂദിമാരെ പറത്തിട്ടപ്പ യഹൂദിമാര് എല്ലാവരും അങ്ങനെ സമ്പത്തും അങ്ങനെ എല്ലാം വിട്ടുപോടിയ ആ സമ്പത്ത് ആ യഹൂദിമാർ വിട്ടുപോയ സമ്പത്ത് അത് ഡിസ്ട്രിബ്യൂഷൻ ആക്കറോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിർമാർക്ക് യാറെ കൊടുത്തേ. മുഹാജിർമാർക്ക് യാറെ കൊടുത്തു. അൻസാറുമാർ അതിൽ നിന്ന് ഒരു നയാ പൈസ സമയത്തെ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഒരു ചെറിയ നഞ്ച് സമയത്തെ വന്നില്ല, അവരുടെ മനസ്സിൽ ചെറിയ ഒരു ഹസദ് സമയത്തെ വന്നില്ല. ചൊന്തേത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെ വിഷയത്തിൽ നമുക്ക് പഠിപ്പാട്ട് അല്ലേ. അത് മാത്രമല്ല, ബഹ്റൈനിൽ നിന്ന് യുദ്ധത്തെ ഗനീമത്ത് സ്വത്ത് വന്നപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുമാരുടെ എടുത്ത് നിനക്ക് വേണ. അൻസാറുമാർ ചൊന്നെ ഇല്ല നബിയെ, മുഹാജിറുമാരെ തിക്കറ യാർ ആവശ്യമില്ലെന്ന അങ്കു കൊടുത്തിട്ട് ബാക്കി നിങ്ങമയോ. അതേ തിക്കറ് സ്നേഹ, അതേ തിക്കറ് പിർസ. ആ അൻസാറുമാരുടെ പിർസ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പിർസ അല്ലേ അല്ലേ സഹോദരന്മാരെ. ആ അൻസാറുമാരെ ഒരു സഹാബിയുടെ ചരിത്രം എടുത്തു നോക്കൂ. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വർക്ക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട. അതായത് മദീനത്തേക്ക് വേറെ ഒരു രായത്തെ ഒരാള് അതിഥിയായിട്ട് വന്നിട്ട് നബിയുടെ മുട്ട വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അതിഥിരെ ഈ ഗസ്റ്റിനെ സ്വന്ത ഔത്തുകു ദെപ്പാട്ടുകു നോക്കിയിട്ട് മാത്ര ഔത്തിലെത്തുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കേട്ടിട്ട് നബി സഹാബിമാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആറുള്ളാറ് ഈ ഗസ്റ്റിനെ സൽക്കരിക്കണ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് സാധ്യവും ഈ ഗസ്റ്റിനെ നോക്കുക ഇണ്ടത്തെ ജാവും. அப்ப அபூ தல்ஹத்துல் அன்சாரி ரலியல்லாஹு அன்ஹு நின்று சொல்றே நபியே நான் നോക്കறേ ഔത്തിൽ എന്തുണ്ട് ഔത്തിൽ എന്ത്ര ഫുഡ് ഉണ്ട് ഔത്തിൽ എന്ത്ര സൗകര്യം ഉണ്ട് എന്തു മാൽച്ചനാക്കിട്ടില്ല. ഒരു ഗസ്റ്റ് വന്നപ്പ ആ ഗസ്റ്റ് സൽക്കരിക്കുള്ളേ ആ ഒരു പ്രതിഫല എടുക്കുക വേണ്ടിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാട്ടിയ ആ ഒരു ഇൻട്രസ്റ്റ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്താക്കിട്ട് ആ ഗസ്റ്റ് കുട്ടിയെ പോയിട്ട് ഔത്തുകുട്ടിയായിട്ട് എത്തിയപ്പ പെഞ്ഞേരൊട്ടിക്ക് എടുത്ത് എന്തുണ്ട് ഫുഡ് തിന്നുക എന്തുണ്ട് ഗസ്റ്റ് വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്റ്റ് എത്തിക്കുന്നു. അപ്പ ആ ഗസ്റ്റ് എന്തിനുണ്ട് ചൊന്ത് കേട്ടപ്പ പെഞ്ഞായി ചൊല്ലേ എന്തും ഇല്ല മക്കൾക്ക് തിന്നു തെല്ല് ഫുഡ് ഉണ്ട് വേറെന്തും ഇല്ല ചൊന്നപ്പ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചൊല്ല പെഞ്ഞേരൊട്ടിക്ക് പേടിക്കണ്ട മക്കളുണ്ട് അങ്ങനെ മീക്കൽപ്പാട്ട് മക്കളുണ്ട് അങ്കിന് ഫുഡ് കൊടുക്കാണ്ട് ಅಂಕಿ ಎಂಗನೆ ಆಗಿದ್ದಂಗೆ ಆಗಲಿ ನೀ ವರ್ಕ್ ಬಾಟ್ ಎಷ್ಟು ಎದುರು ಬರಮುತ್ತುಗು ನಾ ಫುಡ್ ಕೊಮಂತ ಬೀಕಿರ ನೀನು ಚಿಮ್ನಿ ಆಫ್ ಹಾಕೋನು ನಾನು ತಿಂಡ പോലെ ಆಕ್ಟಿಂಗ್ ಹಾಕ್ರೆ ಆ ಗೆಸ್ಟ್ ನಾಳೆ ಫುಡ್ ತಿನ್ನಟ್ಟು ನೋಕರು ಸುಬ್ಹಾನಲ್ಲಾಹ್ ಎಂದರು ಪಿರ್ಸ ಎಂದರು ಕರುಣ ಎಂದರು ಸ್ನೇಹ ಅಲೆ ಸ್ವಂತತ್ತಿಗೆ ಇಲ್ಲೆಂಗುಂ ഞങ്ങൾ ഔത്തുകു വന്ന ഗസ്റ്റിക്ക് ഒരു കൊറുടി മാവോ തീരാച്ചുള്ള ഉദ്ദേശ ആ സഹാബിമാർ അൻസാറുമാർ കാട്ടി പിർസ നിഷ്കളങ്കമായ പിർസയിട്ടുണ്ട്. ഞങ്ങൾ ഔത്തുലെ എന്താവത്ത് അല്ലേ ഞങ്ങളെ വെഞ്ഞയമാർ എന്താക്കാത്ത. പിന്നെ മൂന്നാമത്തെ മഹായുദ്ധത്തിന് ആ ഒരു കാരണമായും വേറെ കാരണമേ വേണ്ട. അങ്ങനത്തെ അവസ്ഥ എത്തിക്കുന്നത് ഞങ്ങളെ വെഞ്ഞയമാരുടെ അവസ്ഥ എല്ലാവരും ഒരേ ആൾമാർ അല്ലേ. ഇന്നലെ മുന്നാണ്ട് ഒരാള് പെഞ്ഞായി ദീന്റെ വിഷയ ചോദ്യം കേൾക്കാത്ത ഒരവസ്ഥ അല്ലെ. ദീന്റെ വിഷയ ചോദ്യം സമയത്ത് കേൾക്കാത്ത ഒരവസ്ഥ. എന്തൊരവസ്ഥ? മാപ്പിളരെ അനുസരണ ഇല്ലാത്ത മാപ്പിളരെ അനുസരിക്കുന്ന മഹത്വങ്ങളില്ലാത്ത പെടിങ്ങെത്തിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ യാറത്തുള്ളിൽ അല്ലേ. തൗഹീദ് ചൊല്ല് നടക്കാറ് മാത്ര ദീന്റെ വിഷയത്തിൽ യാറ ഒരു മാപ്പിളരെ അനുസരിക്കുള്ളേ ആ ഒരു ഇത് മഹത്വ എന്തിനും ചൊല്ലുപിടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ ഒരു അല്ലാഹു അല്ലാഹു സുജൂദിലോ നാ ചൊല്ലണ്ടായി മാപ്പിളരെ ദുർഗു സുജൂദിലോ നാ ചൊല്ലാത്ത അത്ര വലിയ മഹത്വം
അത് പെണ്ണുങ്ങൾക്ക് എത്തുപാട്ടി കൊടുക്കും, അത് ചൊന്നു കൊടുക്കും. അത് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് നല്ല മുള്ള അല്ലേ, നല്ല നല്ല മാപ്പിളെ ചൊന്നുപോലെ കേൾക്കിറങ്ങ മൊഹ്സനത്തായിട്ടുള്ള എല്ലാ രീതിയിലും അനുസരിക്കിറങ്ങുള്ള മാത്രം മാപ്പിളമാർ അങ്ങനെ നോക്കുക അല്ലെ, അങ്ക് ടൈം സ്പെൻഡ് ആക്കുക, ടൈം ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനും ഉണ്ട് അല്ലെ, റിട്ടേണും ഉണ്ട്. ഔട്ട് വന്ന സ്ഥലത്ത് മൊബൈലിലേക്കരി, കമ്പ്യൂട്ടറിലേക്കരി, അവിടെ ബിസിനസിന്റെ വിഷയത്തിലേക്കരി. ഒരു പെണ്ണായി ടൈം സ്പെൻഡ് ആക്കുക, മക്കളെ നോക്കുക, അങ്ക് ഹെൽപ്പ് ആക്കുക, ഒരു ടൈം എടുക്കാത്ത ഒരവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔതുലിനെ വെച്ചിട്ട് പെണ്ണായി മാറുക ഹെൽപ്പ് ആക്കി ഇന്ന് പെട്ടു വലിച്ചു കൊടുത്തു ഇന്ന് ചൊന്ത ഹദീസിൽ നമുക്ക് കാണും. അങ്ങനെ സബർ മാപ്പിളമാരെ നിങ്ങൾ ജാഗ്രത ആക്കും, പെണ്ണായി ടൈം സ്പെൻഡ് ആക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം വേണം. കാലി ബിസിനസ്സിലും കച്ചവടത്തിലും മാത്രം ടൈം സ്പെൻഡ് ആക്കാറല്ല. ഏതായാലും ഞാൻ ചൊന്നു വന്നിದ್ರೆ അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ ಗೆಸ್ಟ್ ಬಂದಪ್ಪ ಅಬೂ ತಲ್ಹ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಪೆಣ್ಣೆಯರೊಟ್ಟಿಗೆ ಚೊಲ್ಲೆ ಗೆಸ್ಟ್ ಬಂದರೆ ಇನ್ನಿನ್ನೆ ಸೌಕರ್ಯ ಇಂಗಿನ ಹಾಕೊಂಡು ಚುತ್ತು ಚೊನ್ನಪ್ಪ ಆ ಪೆಣ್ಣಾಯಿ ಅನುಸರಣ ಉಳ್ಳೆ ಪೆಣ್ಣಾಯಿ ಅಬೂ ತಲ್ಹ ಚೊನ್ನ ಬಲೆ ಅದೇ ರೂಪದಲ್ಲಿ ಹಾಕಿ ಕೊಡುಕ್ರಿ, ಅಲ್ಲಿ ಅದೇ ರೂಪದಲ್ಲಿ ಹಾಕಿ ಕೊಡುಕ್ರಿ. ಮಕ್ಕಳೇ ವರ್ಕ್ ಮಾಡ್ರಿ, ಫುಡ್ ಎಂದ್ರುಂಡು ಆ ತೆಲ್ಲು ಫುಡ್ ಅದೆಡ್ತು ಬೇಕಿರಿ. ಅಬೂ ತಲ್ಹ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಗೆಸ್ಟ್ ಎದುರು ಕೊಮಂತ ಬೇಕಿರಿ. ഊടെ പെഞ്ഞായി ആ ഗസ്റ്റ് എതിർ ഫുഡ് കൊന്ത് വെക്കുമ്പോഴത്തേക്കു അവിടെ ചിമ്മിനി ഓഫ് ആക്കുന്നത്, ലൈറ്റ് ഓഫ് ആക്കുന്നത്. പണ്ടത്തെ കാലത്ത് ചിമ്മിനി അത് ഓഫ് ആക്കുന്നത്. അപ്പൊ ചിമ്മല് അങ്ങ തെച്ചിട്ട് തിന്നുന്ന പോലെ ആക്ഷൻ ആക്കുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായി അതേ തിണ്ട പോലെ ആക്ഷൻ ആക്കുന്നത്, തിന്നില്ല അങ്ങ തിണ്ട പോലെ ആക്ഷൻ ആക്കുന്നത്. ഈ ഗസ്റ്റ് വന്ന ആള് വയറുന്നൊറച്ചിട്ട് തിന്നരെ ആ ഗസ്റ്റ് പേരിക്കരെ ഇങ്ങും തിണ്ടോ ഉള്ളാറ് അല്ലേ. അണ്ടത്തെ ജാവും അബൂ തൽഹ റളിയല്ലാഹു അൻഹു അബൂ തൽഹാറെ പെഞ്ഞായും മക്ക എല്ലാവരും പട്ടിണി കിടക്കുമ്പോ ഈ ഗസ്റ്റ് വയറുന്നൊറച്ചിട്ട് കിടക്കരെ ആ ഗസ്റ്റിക്ക് ഒരു ഉപദ്രവില്ലാത്ത പോലെ, ആ ഗസ്റ്റിക്ക് എന്തും ഒരു കുറത്തില്ലാത്ത പോലെ അങ്ങ് ആ ഗസ്റ്റിക്ക് കൊടുക്കുന്ന സൗകര്യ, ആ ഒരു പിർസ, ആ ഒരു കരുണ, ആ ഒരു നിഷ്കളങ്കത്തെ എത്ര വലിയ നിഷ്കളങ്കത്തെ എത്തിക്കും. പിറ്റേന്ന് സുബൈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ആ ഗസ്റ്റ് കുട്ടിയെ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തിലെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് അബൂ തൽഹ അല്ലാഹു ഇന്നലെ നീ ആക്കിയത് നിന്റെ മേൽ തൃപ്തിപ്പെട്ടേ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത കൊടുക്കരെ. അതിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കരെ വയുസിറൂന ഫിൽ അർളി. അതെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അതിന്റെ പേരിൽ ഒരു ആയത്ത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം തടിക്ക് ആവശ്യം സമയത്ത് വേറെക്ക് പ്രാധാന്യം കൊടുത്തങ്ങ അങ്ങനെത്തിക്കാർ അൻസാർമാർ. സ്വന്തത്തിക്ക് അതിനായിട്ട് വേറെ സ്വന്തത്തിക്ക് ആവശ്യമുണ്ടു ആയെങ്കും വേറെക്ക് പ്രാധാന്യം കൊടുത്തങ്ങ അങ്ങനെത്തിക്കാർ അൻസാർമാർ അല്ലേ. ആ അൻസാർമാർ കാട്ടി പിരിസന്തരെ, ആ ആദർശത്തെ പിരിസന്തരെ, ആ അല്ലാഹു വേണ്ടിയിട്ടുള്ള പിരിസന്തരെ അത് ഞങ്ങൾ മനസ്സിലാക്കും, അത് ഞങ്ങൾ അറിയും. മാത്രല്ല ആ അൻസാർമാർ ദുആഇന്ദ്രെ ഖുർആനിൽ അല്ലാഹു നമുക്ക് പഠിപ്പാട്ടെ റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുവേ നമുക്ക് നീ മാഫാക്കിത വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഈമാനിൽ ഞങ്ങളൊട്ടിಗೆ മുൻകടന്ന ആൾമാർ അംകും നീ മാഫാക്കി കൊടു. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. വിശ്വാസിയായിട്ടുള്ള ആൾമാർക്ക് അവരുടെ മേൽ ചെറിയൊരു നഞ്ച് സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ബർപ്പാട്ടുണ്ട് റബ്ബേ അല്ലേ. അങ്ങനെ മേൽ ഒരു ചെറിയ നഞ്ചി, ഒരു ചെറിയ എന്റെ ഒരു ഹസദ് അതെന്തും ഞങ്ങളെ കൽബിൽ നീ ബർപ്പാട്ടണ്ട, ശുദ്ധിയാക്കി റബ്ബേ, ഞങ്ങളെ കൽബിനെ നിഷ്കളങ്കമാക്കി റബ്ബേ. അതേ തിക്ക് അൻസാറുമാരുടെ ദുആ അല്ലേ. അത് കേട്ടിക്കു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റ് മരിക്കുന്ന നേരത്തെ ചൊല്ലുന്നേ ഹുബ്ബുൽ അൻസാരി ഈമാൻ വബുഗ്ദുഹും നിഫാഖുൻ. അൻസാറുമാരെ ഇഷ്ടപ്പെടുന്നത് ഈമാന്റെ ഭാഗമായിത്തിക്കര്, അവരൊട്ടിಗೆ അസ കാട്ടുന്നത് നിഫാഖിന്റെ ഭാഗമായിത്തിക്കര്. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. ആ അൻസാറുമാർ ഇഷ്ടാക്കറ അങ്ങനെ അല്ലാഹു ഇഷ്ടാക്കറ. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്. ആ അൻസാറുമാരൊട്ടിಗೆ അസ കാട്ടറ അവരൊട്ടിಗೆ അല്ലാഹു അസ കാട്ടറ അല്ലേ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പിരിസാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമാ. ഇങ്ങനെ ഈ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് പരസ്പര മുസ്ലിം എങ്ങനെ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പാട്ടുമ്പോ ആ നിഷ്കളങ്കത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധന ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചനാക്കണം അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹദീസിൽ ഒരു മുഅ്മിനരെ ഇഷ്ടാക്കുന്നതിന്റെ മഹത്വം എത്ര ചൊല്ലത് നമുക്ക് പഠിപ്പാട്ടി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലരെ
ഒരു ഹദീസ്, അതായത് മുന്നത്തെ കാലഘട്ടത്തിൽ നടന്ന ബനു ഇസ്രായേൽമാരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. ഒരാള് പിന്നൊരാള് വിസിറ്റ് ആക്കുക വേറായത്ത് കൊണ്ട്. അപ്പൊ വേറായത്ത് പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ മുട്ട മലക്കരെ മനുഷ്യ രൂപത്തിൽ കടത്തി. മനുഷ്യ രൂപത്തിൽ ಬಂದ മലക്ക് അയാളോട് കേൾക്കരെ അയിന തുരീദു ഓടിപ്പോണേ നീ. അപ്പൊ അയാൾ ചൊല്ലരെ ഉരീദു അഖൻ ലീ ഫില്ലാ, അല്ലാഹുവിന്റെ പേരിൽ ഇഷ്ടാക്കുന്ന ഒരു സഹോദര ഒരു ആള് നക്കുണ്ടു, അവനെ വിസിറ്റ് ആക്കുകൊണ്ടേ. അപ്പൊ ആ മലക്ക് കേൾക്കരെ ഹല്ലക മിൻ നിഅമത്തി തർബുഹാ അലി, അല്ലാഹ് നിക്ക് എന്നെ ഒരു നിഅമത്ത് തന്നാണെന്ന് ചൊന്നറാണ്, ദുനിയാവിൽ എന്നെ ഒരു ലാഭം തന്നാണെന്ന് ചൊന്നറാണ്. അപ്പൊ അയാൾ ചൊല്ലല്ല ഇല്ല, വലാകിന്നി ഉഹിബ്ബുഹു ഫില്ലാ, എന്തൊരു ലാഭമില്ല, അല്ലാഹുവിനെ മാത്രം ഞാൻ അയാളെ ഇഷ്ടാക്കുന്നു, അല്ലാഹുവിനെ മാത്രം ഞാൻ അയാളെ പിർസാക്കുന്നു. അപ്പൊ ആ മലക്ക് ചൊല്ലരെ ഇന്നി റസൂലുള്ളാഹി ഇലൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുട്ട കടത്തിര അന്നല്ലാഹ യുഹിബ്ബുക കമാ അഹ്ബബ്തഹു, നീ ഏതൊരു പേരിൽ അയാളെ ഇഷ്ടാക്കരമാ അല്ലാഹു നിന്റെ ആ പേരിൽ ഇഷ്ടാക്കര അല്ലേ. ഞങ്ങളുടെ സഹോദരരെ അല്ലാഹുവിന്റെ പേരിൽ ഇഷ്ടാക്കിയെങ്കിൽ അല്ലാഹു ഞങ്ങളെ ഇഷ്ടാക്കര. അല്ലാഹുവിന്റെ പേര്, ആദർശത്തിന്റെ പേര്, മൻഹജു സലഫിന്റെ പേര് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൗരവമായിട്ട് ഈ വിഷയം മനസ്സിലാക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചൊല്ലും എന്നൊക്കെ ഞാൻ അവരുടെ വസിയത്താക്കല ഉപദേശിക്കല. അല്ലാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും ലാ തഹാസദു, നിങ്ങൾ പരസ്പര നഞ്ചി കാട്ടണ്ട. വലാ തനാജസു, നിങ്ങൾ പരസ്പര ಬೆಲೆ ಕೂಟಿ ಚೊಲ್ಲಂಡ. ಅಲ್ಲೇ ಕಚ್ಚೋಡ ಹಾಕೊಂಬತ್ತಿಗೂ ಒರಾಲ್ ಕಚ್ಚೋಡ ಹಾಕೊಂಬತ್ತಿಗೂ ಅವನೊಟ್ಟಿಗೆ ஒரு ಬೆಲೆ ಚೊಲ್ಲರ. ಅಪ್ಪ ಅದ್ರ ಎಡೆಲು ಹೋಯ್ತು ನಾನು ಕಿತ್ತರ ಯಾರದಂಡ ನಕ್ಕದ ಚೊಂದು ಎಡೆಲು ಹೋಯ್ತು ನಿಂಗೆ ಹಾಕಂಡ ಅವಡ ಕಚ್ಚೋಡ ಹಾಕಂಡ. ವಲ ತಬಾಗದು, ನಿಂಗ ಪರಸ್ಪರ ಅರ್ಸಾವಂಡ. ವಲ ತದಾಬರು, ನಿಂಗ ಪರಸ್ಪರ ದೂರಬುವಂಡ. ವಲ ಯಬಿಅ ಬಅದುಕುಂ ಅಲಾ ಯಬಿಅ ಬಅದ್, ನಿಂಗ ಪರಸ್ಪರ ಕಚ್ಚೋಡത്തെ നടുവ് വെച്ചിട്ട് പിന്നൊരു കച്ചോടാക്കുതീരാ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങ പരസ്പര സഹോദരന്മാരെ വിളിക്കൂ, നിങ്ങ പരസ്പര സഹോദരന്മാരെ വിളിക്കൂ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം പിന്നൊരു മുസ്ലിമരെ സഹോദരയിത്തിക്കറ. ലാ യദ്ലിമുഹു, ഒരു മുസ്ലിം പിന്നൊരു മുസ്ലിമരെ അനീതി കാട്ടുത്തീരാ, അവനൊട്ടിಗೆ ಅನ್ಯಾಯ ಕಾಟುತ್ತೀರಾ. ವಲಾ ಯഖ್ದುലുഹು, ಅವನೇ ಕೈ ಬಿಡುತ್ತೀರಾ. ಕಷ್ಟ ಬರಮತ್ತು ಕೈ ಬಿಡ್ರಿ ಅಲ್ಲೇ, നല്ലതിലേക്ക് മൊത്തം എല്ലാ പരിശ്രമിക്കരുത്. ആ മുമ്പിന് കഷ്ടത്തിലുണ്ടായി അവന്റെ കൈ വിಡ್ರಿ, അങ്ങനെ ആവുത്തീരാ. വലാ യക്ദിബുഹു, അവനൊട്ടിಗೆ നിങ്ങൾ കളവ് ചൊല്ലുത്തീരാ. വലാ യഹ്കിറുഹു, അവന്റെ അപമാനാക്കുത്തീരാ. മര്യാദ എടുക്കರೆ ഒരു സ്വഭാವ ഇക്കോത്തീരാ. അല്ലെ ആൾമാരുടെ നടുവ് തമസ ആക്കിയിട്ട് അവന്റെ മര്യാദ എടുക്കರೆ, അങ്ങനെ ഇക്കോത്തീരാ. അത്തഖ്വാ ഹാഉന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു തഖ്വ ഉള്ള ഊടെ നെഞ്ചിಗೆ ಕೈಗಾಡಿತ್ತು. ವಯುಶೀರು ಇಲಾ ಸದರಿಹಿ 3 ಮರ್ರಾತ್, 3 ವಟ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನೆಂಜಿ ಕೈಗಾಡಿ ಚೊತ್ತು ಅತ್ತಖ್ವಾ ಹಾವುನ ಅತ್ತಖ್ವಾ ಹಾವುನ ಅತ್ತಖ್ವಾ ಹಾವುನ. ತಖ್ವಾ ಉಳ್ಳ ಊಡೈತಿಕ್ಕರೆ. ಬಿಹಸ್ಬಿ ಇಮ್ರಿನ್ ಮಿನ ಶರ್ರಿ ಅನ್ ಯಹ್ಕಿರ ಅಖಾಹುಲ್ ಮುಸ್ಲಿಂ, ಅದೇ ஒரு முஸ்லிமரே நாங்க எத்தரத்தோல் அவனை அபமானாக்குற அத்தரத்தோடு ஷர்ரை திக்கரு அல்லாஹ் ஒரு முட்டத்தை ಬಂಡೆ. ಅತ್ತರತೋಲು ಶರ್, ಅತ್ತರತೋಲು ಅಲ್ಲಾಹ್ರ ಶಿಕ್ಷೆ ನಗಲ ಮೇಲೆ ಬಂದು ಹೋಯ್ತು. ಕುಲ್ಲುಲ್ ಮುಸ್ಲಿಮ ಅಲಲ್ ಮುಸ್ಲಿಮ ಹರಾಮ್, ஒரு முஸ்லிம் பின்னொரு முஸ்லிமರ ಮೇಲೆ ಕೊರಿಯ ವಿಷಯ ಹರಾಮ್ ಐತಿಕ್ರಿ. ಏದಲ್ಲ ದಮುವು ಅವನ ಚಾರ ಅಲ್ಲೇ ಅನಾವಶ್ಯಮೈತು, ஒரு ರೀಸನ್ ಇಲ್ಲ ಅಂತ போய்ತು ಕೊಲ್ಲುರೆ ಅವನ ಚಾರ, ಅದು ಹರಾಮ್ ಐತಿಕ್ರಿ. ವಮಾಲುವು ಅವನ ಸಂಪತ್ತು ಅನ್ಯಾಯವಾಯಿತು ಸಂಪತ್ತು എടുക്കರೆ, ಅದು ಹರಾಮ್ ಐತಿಕ್ರಿ. ವಇರ್ದುಹು, ಅದು ಮಾತ್ರಮಲ್ಲ ಅವನ ಇಜ್ಜತ್ ಅಲ್ಲೇ ಅವನ ಇಜ್ಜತ್ എടുക്കರೆ, അതും വിൽക്കുത്തീരാ. ഇത് 3 ഹറാം ഇത്തിക്കറി ചൊല്ലുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ട്. അപ്പൊ ഇത് നബിയുടെ അധ്യായത്തെ ജീവിതത്തിൽ കൊമന്ത് അതേ പരസ്പര നിഷ്കളങ്കമായിട്ട് അല്ലാഹുവൈത്ത് പിർസാക്കരെ മനഹജു സലഫുലുള്ളെ എല്ലാ ആർമാരും ഒരേപോലെ. അവൻ നന്റെ കുടുംബത്തിൽ ഇല്ലെങ്കിലും സമ, നന്റെ കുടുംബത്തന്നെ അല്ലാത്തോനായും സമ, നന്റെ റായത്തോൻ അല്ലായെങ്കിലും സമ അല്ലേ. ഏതാ ഒരാള്
അല്ലെങ്കിൽ നന്റെ കൂട്ടത്തിൽ സ്വറാക്കാത്തവനായും സമ, നന്റെ സംഘടനയിൽ ഇല്ലാത്തവനായും സമ, മനഹജു സലഫുള്ളാണ് ಅವನೊಟ್ಟಿಗೆ ಪಿರ್ಸ ಕಾಟುವು, ಅವನೊಟ್ಟಿಗೆ ಇಷ್ಟ ಕಾಟುವು ನಂಗೆ ಎಪ್ಪ ಮುದಲ್ವರು ಅದೇ ತಿಕ್ಕರೆ ನಂಗ ಗೌರವಮಾಯ್ತು ಆಲ್ಚನಾಕು ಉಲ್ಲೆ ಇಂಗಂತೆ ಪಿರ್ಸ ಕಾಟಿಗೆ ಮಾತ್ರ ಈಮಾನ್ ಪೂರ್ಣ ಅವರೇ ಕಾಮಿಲ ಅವರೇ ಚೊಂತೆ ತಿಕ್ಕರೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ನಂಗೆ ಪಡಿಪಾಡಿದ್ದಾರೆ. ಅದರ ಬಾಕಿ ಹದೀಸ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನಂಗೆ ನೆಕ್ಸ್ಟ್ ಕುತುಬത്തിൽ ಬಲ್ಕೊರಿವ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തെ യഥാർത്ഥ രൂപത്തിൽ അനുസരിച്ച് ജീവിക്കവൂ നമുക്കെല്ലാവരും തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കഷ്ടത്തിലുള്ള എത്ര ആൾമാർ അവരുടെ കഷ്ടത്തെ അല്ലാഹു ഇല്ലാണ്ടാക്കി കൊടുക്കണം. അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായി എന്തെല്ലാം തപ്പുണ്ട എല്ലാ തപ്പും അല്ലാഹു നമുക്ക് മാഫാക്കി തരട്ടെ. ഈമാനോട് കൂടിയിട്ടും യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കുമ്പോൾ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ അനുഗ്രഹിക്കണം. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള എത്ര ആൾമാർ അങ്ങനെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കണം. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയെന്ന അങ്ങനെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കണം. അങ്ങാക്കി തപ്പർ അല്ലാഹു നമുക്ക് മാഫാക്കി കൊടുക്കണം. അങ്ങനെ പരലോകത്തെ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. أقيموا الصلاة.